ശരിക്കും നമ്മുടെ കോപ്പറും അയണും കൂടി ചേർന്നിട്ടാണ് മുടിക്ക് ആരോഗ്യം നൽകുന്നത്. പലപ്പോഴും മുടി കൊഴിഞ്ഞു പോകുന്ന ഒരാളെ അല്ല എങ്കിൽ മുടിക്ക് തിക്നെസ് കുറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നോക്കേണ്ടത് കാൽഷ്യമാണ്. വൈറ്റമിൻ ഡി ഒക്കെയാണ് തീർച്ചയായിട്ടും നോക്കേണ്ടത്. വളരെ പ്രധാനമായും വേണ്ടുന്ന കാര്യങ്ങളാണ് ഇത് നമ്മുടെ മുടിക്ക്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഇത്തരത്തിൽ മുടി കൊഴിയുന്ന അല്ല എങ്കിൽ മുടിയുടെ ആരോഗ്യം കുറഞ്ഞു വരുന്ന ആൾക്കാർ നടക്കുന്ന സമയത്തൊക്കെ അല്ല എങ്കിൽ സ്റ്റെപ്പ് കയറുന്ന സമയത്തൊക്കെ അമിതമായിട്ട് നാഡിയിടിപ്പ് ഉണ്ടാവുക, ശ്വാസം മുട്ടുക, ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മിനറൽസിൻ്റെ കുറവായിരിക്കില്ല കേട്ടോ. മറിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഫെറിറ്റിൻ എന്ന് പറയുന്ന സാധനം കുറഞ്ഞു പോയത് കൊണ്ടാവാം. ഫെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ വളർച്ച സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് നമ്മുടെ ബ്ലഡിലുള്ളതാണ്. മുടി പൊഴിയുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യം HB ഉണ്ട്, അയൺ ഉണ്ട് എന്നൊക്കെയാണ്. പക്ഷേ ഇതിനൊക്കെ പുറമെ ബ്ലഡിലെ ഫെറിറ്റിനും ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ അയൺ, ഫെറിറ്റിൻ, കോപ്പർ ഇത് മൂന്നും ചേർന്നിട്ടാണ് മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, അതായത് മുടിയുടെ ആരോഗ്യം ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നമ്മുടെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് പിഗ്മെൻറ്റുകളുടെ അളവ് ശരീരത്തിൽ കുറയും കേട്ടോ. മെലാനിൻ കുറയുമ്പോൾ നരയും വന്നു തുടങ്ങും. അപ്പോൾ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.